ഹലോ മുത്തുമണികളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ? ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ വയ്യ തീരെ. അതുകൊണ്ട് വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരുടെ വീട്ടിൽ എന്ത് സാധനം കഴിഞ്ഞാലും ഒരു ഒന്നോ രണ്ടോ സവാളയും ഒരു 2 തക്കാളിയും ഒരു 2 മുട്ടയും ഇല്ലാതിരിക്കില്ല. ഏതൊരു കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാലും അത് ഇല്ലാതിരിക്കില്ല അല്ലേ? അപ്പോൾ അത് മാത്രം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ. ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു സംഭവം കൊണ്ട്. അത് ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, പെട്ടെന്നൊരു കറി എളുപ്പത്തിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ, 10 മിനിറ്റ് വേണ്ട, ഈ അരിഞ്ഞെടുക്കാനുള്ള ഈ സമയം മാത്രമേ വേണ്ടൂ. പിന്നെ ആ സവാള വഴന്ന് വരേണ്ട സമയം അത്ര മാത്രമേ ഈ കറി ഉണ്ടാക്കാൻ സമയം വേണ്ടൂ. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ആകെ ഒരു തക്കാളിയും 2 സവാളയും ഒരു 2 മുട്ടയും ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് റെഡിയാക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്ത് ആദ്യം സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളെന്തോ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇല്ലേ, നമ്മൾ മുട്ട പൊട്ടിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ട തൊലി അതിലാവും. അതുകൊണ്ട് വേറൊരു ബൗളിൽ മുട്ട പൊട്ടിച്ചിട്ടിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. കുഞ്ഞു കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ തിന്നുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ തൊണ്ടക്ക് ചെറിയ ചെറിയ പൊടി കുടുങ്ങിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ എൻ്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മുട്ട വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ തെറ്റാതെ ഇളക്കണം. ഇത് മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യം, ഇത് ഇളക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാ എൻ്റെ ചങ്കുകൾക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈതെറ്റാതെ ഇളക്കി നമ്മളിതാ ഏകദേശം നമ്മളുടെ കറി റെഡിയായി വരുന്നുണ്ട്. അപ്പം മുത്തുമണികളെ, നിങ്ങൾക്കെല്ലാം ഇന്നെന്താ കറി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ മുത്തുമണികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനും എൻ്റെ ചാനൽ മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതാ നമ്മളെ കറിയുടെ ടെക്സ്ചർ ഇതാണ് കറിയുടെ ടെക്സ്ചർ എങ്കിലും നമുക്കൊരു പ്ലേറ്റ് ചോറ് സുഖമായിട്ട് ഈ ഒരു കറി കൊണ്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും അധികം സ്പൈസി ഒന്നുമല്ല. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, എരിവ് ആവശ്യമുള്ളവർക്ക് കേട്ടോ. പിന്നെ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതൊന്നും ഇല്ല, പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടും ഈ കറി സൂപ്പറായിരുന്നു മുത്തുമണികളെ. നമ്മൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇന്ന് 2 പ്രാവശ്യം, എൻ്റെ മോൾ ഉച്ചക്ക് 2 പ്രാവശ്യം, എൻ്റെ ചെറിയ മോൾക്ക് ചോറ് തീരെ ഇഷ്ടമില്ലാത്തതെന്ന്, പക്ഷേ ഇന്ന് 2 പ്രാവശ്യം ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മുത്തുമണികളോട് ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.